ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ശത്രു ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് അതിർത്തിയിൽ കാത്തു നിൽക്കുന്ന ശത്രുവല്ല. നിങ്ങളെ വെറുക്കുന്ന അയൽക്കാരനുമല്ല. അത് നിങ്ങളുടെ കൂടെ ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്ന, നിങ്ങളുടെ കൂടെ ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ഉറങ്ങുന്ന, നിങ്ങളുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വീടിനുള്ളിലെ ശത്രുവാണ്. ചാണക്യൻ പറഞ്ഞു, സ്റ്റാർ, പുറത്തുള്ള ശത്രുവിനെ നിങ്ങൾക്കൊരു വാൾ കൊണ്ട് നേരിടാം. എന്നാൽ സ്നേഹത്തിന്റെ മുഖം മൂടി അണിഞ്ഞ വീട്ടുശത്രുവിനെ നേരിടാൻ ബുദ്ധികൊണ്ടുള്ള ചാണക്യതന്ത്രം തന്നെ വേണം. നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കുന്ന, നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന, നിങ്ങളുടെ ആത്മവിശ്വാസം ഓരോ ദിവസവും തകർക്കുന്ന ഒരാളാണ് നിങ്ങളുടെ വീടിനുള്ളിൽ ഉള്ളതെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങളൊരു യുദ്ധക്കളത്തിലാണ്, പക്ഷേ ആയുധങ്ങളില്ലാത്ത ഒരു നിശബ്ദ യുദ്ധം. നമസ്കാരം, ചാണക്യ മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സാധാരണ മോട്ടിവേഷനുകളെ കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കാം എന്നതിനെക്കുറിച്ചാണ്. ശത്രു വീടിനുള്ളിലാണെങ്കിൽ അത് നിങ്ങളുടെ ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളാകട്ടെ, അവരെ എങ്ങനെ തോൽപ്പിക്കണം? അടുത്ത 10 മിനിറ്റുകളിൽ ചാണക്യൻ തന്റെ ശത്രുക്കളെ തകർക്കാൻ ഉപയോഗിച്ച നിഗൂഢമായ തന്ത്രങ്ങൾ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്ന് ഞാൻ വിവരിക്കും. ഈ വീഡിയോ വെറുതെ കേട്ടിരിക്കാനുള്ളതല്ല, നിങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. ഈ 10 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ തളരാതെ നിൽക്കാനും അവരുടെ തന്ത്രങ്ങളെ അവർക്ക് നേരെ തന്നെ തിരിക്കാനും നിങ്ങൾ പഠിക്കും. നിങ്ങളുടെ ഉള്ളിലെ പേടിയെ പുറത്തെടുക്കുക, ബുദ്ധിയെ ആയുധമാക്കുക. നമുക്ക് തുടങ്ങാം. വീടിനുള്ളിലെ വിഷപ്പാമ്പുകളെ തിരിച്ചറിയാനും അവരെ മെരുക്കാനുമുള്ള ആ ആധുനിക ചാണക്യ പാഠങ്ങളിലേക്ക്. ശത്രുവിനെ തിരിച്ചറിയുന്ന കല, ദി ആർട്ട് ഓഫ് ഐഡന്റിഫിക്കേഷൻ. വീടിനുള്ളിലെ ശത്രുവിനെ തിരിച്ചറിയുക എന്നത് ലോകത്തിലെ ഏറ്റവും പ്രയാസകരമായ കാര്യമാണ്. കാരണം ആ ശത്രു പലപ്പോഴും സ്നേഹത്തിന്റെ വസ്ത്രം ധരിച്ചാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ചാണക്യൻ തന്റെ ശത്രുക്കളെ തിരിച്ചറിയാൻ ഉപയോഗിച്ച ചില അളവുകോലുകൾ ഉണ്ട്. അതിൽ ആദ്യത്തേത് സ്മയ. സ്മയ അഥവാ വ്യാജമായ ചിരിയാണ്. നിങ്ങളെ കെട്ടിപ്പിടിക്കുകയും എന്നാൽ ഉള്ളിൽ വിഷം നിറയ്ക്കുകയും ചെയ്യുന്നവരെ എങ്ങനെ തിരിച്ചറിയാം? 1. ഭയത്തിന്റെ വിത്തുകൾ പാകുന്നവർ, ദ സീഡ് ഓഫ് ഫിയർ. നിങ്ങൾ ഒരു പുതിയ കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ അവർ ആദ്യം പറയുന്നത് അതിന്റെ ഗുണങ്ങളല്ല, മറിച്ച് അത് പരാജയപ്പെടാനുള്ള കാരണങ്ങളായിരിക്കും. നിന്നെക്കൊണ്ട് അത് പറ്റില്ല, നമ്മുടെ കുടുംബത്തിന് ഇത് ചേർന്നതല്ല, ആളുകൾ എന്തു പറയും തുടങ്ങിയ വാക്കുകളിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം അവർ ഓരോ ദിവസവും ചോർത്തിക്കളയും. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ വളർച്ചയെ മാനസികമായി തടയുന്നവർ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. 2. രഹസ്യങ്ങൾ ആയുധമാക്കുന്നവർ, സീക്രട്ട് ആസ് എ വെപ്പൺ. വിശ്വാസത്തോടെ നിങ്ങൾ അവരോട് പറയുന്ന ഓരോ കാര്യവും പിന്നീട് ഒരു തർക്കം വരുമ്പോൾ നിങ്ങൾക്കെതിരെ തന്നെ അവർ പ്രയോഗിക്കുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കുക. അവർ നിങ്ങളുടെ രഹസ്യങ്ങൾ ശേഖരിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കാനല്ല, മറിച്ച് കൃത്യമായ സമയത്ത് നിങ്ങളെ മുറിവേൽപ്പിക്കാനാണ്. ചാണക്യ നീതി പ്രകാരം നിങ്ങളുടെ ബലഹീനതകൾ അറിയുന്ന ശത്രുവാണ് ഏറ്റവും അപകടകാരി. 3. ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ്. നിങ്ങൾ തെറ്റുകാരാണെന്ന് വരുത്തി തീർക്കുക. അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് പോലും നിങ്ങൾ ഉത്തരവാദിയാണെന്ന് അവർ നിങ്ങളെ വിശ്വസിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തെയും നിസ്സാരവൽക്കരിക്കുകയും നിങ്ങളുടെ ചെറിയ കുറവുകളെ പർവ്വതീകരിക്കുകയും ചെയ്യുന്നുണ്ടോ? ഇത്തരം ആളുകൾ നിങ്ങളുടെ സ്വബോധത്തെ തന്നെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇത് ഒരു യുദ്ധതന്ത്രമാണ്. നിങ്ങളുടെ ബുദ്ധിയെ തളർത്തി നിങ്ങളെ പൂർണ്ണമായും അവരുടെ അടിമയാക്കി മാറ്റാനുള്ള തന്ത്രം. 4. വിജയത്തിലെ അസ്വസ്ഥത, ഡിസ്കംഫോർട്ട് ഇൻ യുവർ സക്സസ്. നിങ്ങൾക്കൊരു സന്തോഷം വരുമ്പോൾ ആ വാർത്ത കേട്ട് അവരുടെ മുഖത്ത് നിമിഷനേരത്തേക്ക് വന്നു പോകുന്ന ആ നിരാശ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സങ്കടം വരുമ്പോൾ അവർ ഓട്ടി വരും, പക്ഷെ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ അവർ അകന്നു നിൽക്കും. ചാണക്യൻ പറയുന്നു, ശത്രുവിന്റെ കണ്ണുകൾക്ക് കള്ളം പറയാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, വീടിനുള്ളിൽ ഇത്തരം പെരുമാറ്റങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ശത്രുവിനോടൊപ്പമാണ് ജീവിക്കുന്നത്. ഈ തിരിച്ചറിവ് നിങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല, മറിച്ച് നിങ്ങളെ ജാഗരൂകരാക്കാൻ സഹായിക്കണം. കാരണം ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് യുദ്ധം തുടങ്ങാൻ കഴിയൂ. മൗനം, തകർക്കാൻ കഴിയാത്ത ആയുധം, സൈലൻസ് ആസ് എൻ ഇൻവിൻസിബിൾ വെപ്പൺ. ശത്രു വീടിനുള്ളിലാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് വാക്കുകളിലൂടെയല്ല, മറിച്ച് നിശബ്ദതയിലൂടെയാണ്. ചാണക്യൻ പറഞ്ഞു, മൗനം സർവാർത്ഥ സാധകം. അതായത് മൗനം കൊണ്ട് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. എന്തുകൊണ്ടാണ് വീടിനുള്ളിലെ ശത്രുവിന് മുന്നിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം എന്ന് പറയുന്നത്? നിങ്ങൾ ഒരാളോട് തർക്കിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ രഹസ്യങ്ങളും പദ്ധതികളും ദേഷ്യത്തിനിടയിൽ നിങ്ങൾ പുറത്തു പറയുന്നു. ഇത് നിങ്ങളുടെ ശത്രുവിന് നിങ്ങളെ തകർക്കാനുള്ള ആയുധങ്ങൾ നൽകുന്നതിന് തുല്യമാണ്. നിങ്ങളെ പ്രകോപിപ്പിക്കുക എന്നത് അവരുടെ ഒരു തന്ത്രമാണ്.
നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ വലയിൽ വീഴുകയാണ് ചെയ്യുന്നത്. 1. വിവരങ്ങൾ നിഷേധിക്കുക. ഡിനയൽ ഓഫ് ഇൻഫർമേഷൻ. വീടിനുള്ളിലെ ശത്രുവിന് നിങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് അവർ അറിയണം. നിങ്ങൾ നിശബ്ദനാകുമ്പോൾ അവർക്ക് നിങ്ങളെ പ്രവചിക്കാൻ കഴിയില്ല. നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്നോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നോ അവർ അറിയരുത്. ചാണക്യൻ പറയുന്നു, ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ അത് രഹസ്യമായി വെക്കുക. അവർക്ക് മുന്നിൽ ഒരു തുറന്ന പുസ്തകമാകാതിരിക്കുക. 2. ഊർജം സംരക്ഷിക്കുക. പ്രിസർവിംഗ് എനർജി. അർത്ഥശൂന്യമായ തർക്കങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ കുറയ്ക്കും. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടുകയും ശത്രുവിന്റെ നെഗറ്റീവ് എനർജി നിങ്ങളെ കീഴടക്കുകയും ചെയ്യുന്നു. മൗനം പാലിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഊർജം ഉള്ളിലേക്ക് സംഭരിക്കുന്നു. ഈ ഊർജമാണ് നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കരുത്ത് നൽകുന്നത്. 3. ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കുക. നിങ്ങൾ എപ്പോഴും പ്രതികരിച്ചിരുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് നിശബ്ദത പാലിക്കുമ്പോൾ ശത്രു ഭയന്നു തുടങ്ങും. ഇയാൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം ലഭിക്കുന്നത് എന്ന ചോദ്യങ്ങൾ അവരുടെ ഉറക്കം കെടുത്തും. ചാണക്യനീതി പ്രകാരം ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് പകുതി വിജയം നേടിയതിന് തുല്യമാണ്. സുഹൃത്തുക്കളെ, മൗനമെന്നാൽ തോറ്റുകൊടുക്കലല്ല, അത് സിംഹം വേട്ടയാടുന്നതിന് മുൻപ് നടത്തുന്ന നിശബ്ദതയാണ്. നിങ്ങളുടെ വാക്കുകൾ അവർക്ക് പരിക്കേൽപ്പിക്കില്ലായിരിക്കാം, എന്നാൽ നിങ്ങളുടെ നിശബ്ദത അവരെ ഓരോ നിമിഷവും ഭയപ്പെടുത്തും. നിങ്ങൾ നിശബ്ദത പാലിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ തന്ത്രജ്ഞൻ ജനിക്കുന്നു. ആ തന്ത്രജ്ഞനാണ് നിങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ നിങ്ങളെ സഹായിക്കുക. വൈകാരികമായ നിസ്സംഗത. ദ പവർ ഓഫ് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. വീടിനുള്ളിലെ ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങളുടെ വികാരങ്ങളാണ്. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം, ദേഷ്യം, അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അംഗീകാരം, ഇവയാണ് അവർ നിങ്ങൾക്ക് നേരെ ഉപയോഗിക്കുന്നത്. ചാണക്യൻ പറഞ്ഞു, അനാസക്തമായ മനസ്സുള്ളവനെ തോൽപ്പിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. നിങ്ങളുടെ വീടിനുള്ളിലെ ശത്രു നിങ്ങളെ പരിഹസിക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ കരയുകയോ ബഹളം വെക്കുകയോ ചെയ്താൽ അവർ വിജയിച്ചു കഴിഞ്ഞു. കാരണം നിങ്ങളുടെ സന്തോഷവും സങ്കടവും അവരുടെ നിയന്ത്രണത്തിലാണെന്ന് നിങ്ങൾ അവിടെ തെളിയിക്കുന്നു. ഇവിടെയാണ് നിങ്ങൾ വൈകാരികമായ നിസ്സംഗത അഥവാ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ശീലിക്കേണ്ടത്. ഇത് എങ്ങനെ പ്രായോഗികമായി ചെയ്യാം? 1. പ്രതീക്ഷകൾ ഉപേക്ഷിക്കുക. കിൽ ദ എക്സ്പെക്ടേഷൻസ്. അവർ എന്നെ മനസ്സിലാക്കും, അവർ എന്നോട് സ്നേഹത്തോടെ പെരുമാറും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ ആദ്യം തന്നെ വെടിയുക. ശത്രുവിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നത് കള്ളിമുൾ ചെടിയിൽ നിന്ന് റോസാപ്പൂവ് പ്രതീക്ഷിക്കുന്നത് പോലെയാണ്. അവർ ശത്രുവാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ മനസ്സിൽ യാതൊരു സ്ഥാനവും നൽകരുത്. 2. ഒരു സാക്ഷിയായി മാറുക. ബി എൻ ഒബ്സർവർ. അവർ നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ നിങ്ങൾ ആ തർക്കത്തിന്റെ ഭാഗമാകാതെ ദൂരെ നിന്ന് അത് കാണുന്ന ഒരു മൂന്നാം കക്ഷിയായി സ്വയം സങ്കല്പിക്കുക. അവർ പറയുന്നത് വെറും ശബ്ദ കോലാഹലങ്ങൾ മാത്രമാണെന്ന് കരുതുക. ചാണക്യൻ തന്റെ ശത്രുക്കളുടെ വാക്കുകളെ ഒരിക്കലും ഹൃദയത്തിലേക്ക് എടുത്തിരുന്നില്ല, മറിച്ച് അവയെ വെറും വിവരങ്ങളായി, ഇൻഫോർമേഷൻ മാത്രമാണ് കണ്ടത്. 3. സ്വയം സ്നേഹിക്കുക. സെൽഫ് വാലിഡേഷൻ. നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കാൻ വീട്ടിലെ ശത്രുവിനെ അനുവദിക്കരുത്. അവർ നിങ്ങളെ മോശക്കാരി എന്നോ ഒന്നിനും കൊള്ളാത്തവനെന്നോ വിളിച്ചാൽ അത് അവരുടെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ സത്യത്തെയല്ല. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം വേണം. നിങ്ങൾ വൈകാരികമായി അവരിൽ നിന്ന് അകലുമ്പോൾ അവർക്ക് നിങ്ങളുടെ മേലുള്ള അധികാരം നഷ്ടപ്പെടുന്നു. നിങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി തെളിയുന്നു. ആ തെളിഞ്ഞ ബുദ്ധിയിൽ നിന്നാണ് അവരെ പരാജയപ്പെടുത്താനുള്ള അടുത്ത തന്ത്രം ജനിക്കുന്നത്. ഓർക്കുക, നിങ്ങളുടെ മനസ്സ് ഒരു കോട്ടയാണ്. അതിന്റെ താക്കോൽ ശത്രുവിന് കൊടുക്കാതിരിക്കുക. ചാണക്യന്റെ അർത്ഥശാസ്ത്രം. സാമ്പത്തികവും നിയമപരവുമായ കരുത്ത്. വീടിനുള്ളിലെ ശത്രുവിനെതിരെ നിങ്ങൾ എത്രയൊക്കെ മാനസികമായി പോരാടിയാലും നിങ്ങൾ സാമ്പത്തികമായി അവരെ ആശ്രയിച്ചാണ് കഴിയുന്നതെങ്കിൽ നിങ്ങളുടെ പോരാട്ടം അപൂർണമായിരിക്കും. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ വ്യക്തമായി പറയുന്നു, ധനമൂലം ഇതം ജഗത്. അതായത് ഈ ലോകം പണത്തിന്മേലാണ് നിലനിൽക്കുന്നത്. വീടിനുള്ളിലെ ശത്രുവിനെ നേരിടാൻ നിങ്ങൾക്ക് 2 തരം കരുത്തുകൾ ആവശ്യമാണ്: സാമ്പത്തിക കരുത്തും നിയമപരമായ കരുത്തും. 1. സാമ്പത്തിക സ്വാതന്ത്ര്യം. ഫൈനാൻഷ്യൽ ഷീൽഡ്. വീടിനുള്ളിലെ ശത്രുവിന് നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയുന്നത് നിനക്ക് എങ്ങോട്ട് പോകാൻ കഴിയും, നിന്നെ ആര് നോക്കും എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. ഇന്നു മുതൽ നിങ്ങളുടെ സ്വന്തം വരുമാനം കണ്ടെത്താനുള്ള വഴികൾ തേടുക. അത് ചെറിയൊരു ജോലിയാകട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള വരുമാനമാകട്ടെ. നിങ്ങളുടെ കയ്യിൽ സ്വന്തമായി കുറച്ച് പണമുണ്ടെന്ന ബോധം നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ചാണക്യൻ പറയുന്നത് പോലെ ആപത്തുകാലത്തേക്ക് കരുതി വെക്കുന്ന സമ്പാദ്യത്തെക്കുറിച്ച് ശത്രു അറിയാൻ പാടില്ല.
അത് നിങ്ങളുടെ രഹസ്യ ആയുധമായിരിക്കണം. 2. അറിവ് ആയുധമാകുക. ദ പവർ ഓഫ് ലോ. മിക്കപ്പോഴും വീടിനുള്ളിലെ ശത്രുക്കൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നത് നിങ്ങളുടെ അറിവില്ലായ്മ മുതലെടുത്താണ്. ഇന്ത്യയിലെ നിയമങ്ങൾ സ്ത്രീകൾക്കും സാധാരണക്കാർക്കും നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കുക. ഗാർഹിക പീഡന നിയമങ്ങൾ, സ്വത്തവകാശം, ജീവനാംശം എന്നിവയെക്കുറിച്ച് പ്രാഥമികമായ അറിവ് നേടുക. നിങ്ങൾ അറിവുള്ളവരാണെന്ന് കാണുമ്പോൾ ശത്രുവിന്റെ പകുതി വീര്യം അവിടെ ചോർന്നുപോകും. ചാണക്യൻ പറഞ്ഞതുപോലെ, വിധിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതിനെ ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല. 3. പിന്മാറാനുള്ള വഴിയൊരുക്കുക. ദി എക്സിറ്റ് സ്ട്രാറ്റജി. ചാണക്യൻ പഠിപ്പിക്കുന്ന ഒരു പ്രധാന തന്ത്രമാണ് അപസർപ്പ. അതായത്, ഒരു യുദ്ധക്കളത്തിൽ പരാജയപ്പെടുമെന്നുറപ്പായാൽ സുരക്ഷിതമായി പിന്മാറാനുള്ള വഴി മുൻകൂട്ടി തയ്യാറാക്കുക. വീടിനുള്ളിലെ സാഹചര്യം നിങ്ങളുടെ ജീവനോ ആരോഗ്യത്തിനോ ഭീഷണിയാണെങ്കിൽ അവിടെ തുടർന്നും സഹിച്ചു നിൽക്കുന്നത് ചാണക്യനീതിയല്ല. വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ സംസാരിക്കുക. ആവശ്യമെങ്കിൽ നിയമസഹായം തേടുക. ഓർക്കുക, സഹിച്ചു നിൽക്കുന്നത് ഒരു പുണ്യമല്ല. അധർമ്മത്തിനു മുന്നിൽ കീഴടങ്ങുന്നത് ചാണക്യന്റെ രീതിയല്ല. നിങ്ങൾ സ്വയം ശക്തരാകുമ്പോൾ മാത്രമേ ഈ ലോകം നിങ്ങളെ ബഹുമാനിക്കൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കൈകളിൽ തന്നെയായിരിക്കട്ടെ. വിശ്വസ്തരായ സഖ്യകക്ഷികളെ കണ്ടെത്തുക. ബിൽഡിംഗ് യുവർ അലയൻസ്. വീടിനുള്ളിലെ യുദ്ധം ജയിക്കാൻ ഏറ്റവും വലിയ സൈന്യാധിപൻ പോലും ഒറ്റയ്ക്ക് നിന്നാൽ സാധ്യമല്ല. ചാണക്യൻ പറഞ്ഞു, സ്റ്റാർ, സഹായമില്ലാത്തവൻ എത്ര ശക്തനായാലും പരാജയപ്പെടും. ഒരു ചക്രം കൊണ്ട് മാത്രം രഥം മുന്നോട്ട് ഓടില്ല. വീടിനുള്ളിലെ ശത്രുവിന്റെ ആദ്യത്തെ തന്ത്രം നിങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നതാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന ബോധം നിങ്ങളെ തളർത്തുമെന്നും ഭയപ്പെടുത്തുമെന്നും അവർക്കറിയാം. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സഖ്യകക്ഷികളെ കണ്ടെത്തേണ്ടത്. നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും പറയണം എന്നല്ല ഇതിനർത്ഥം. മറിച്ച് നിങ്ങളെ താങ്ങി നിർത്താൻ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കുക എന്നാണ്. 1. വിശ്വസ്തരായ ഉപദേശകരെ കണ്ടെത്തുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മാത്രമല്ല, വികാരാധീനരാകാതെ ശരിയായ വഴി കാണിച്ചു തരാൻ കഴിയുന്ന ഒരാളെയെങ്കിലും നിങ്ങൾ കണ്ടെത്തണം. അത് നിങ്ങളുടെ ഒരു അധ്യാപകനാകാം, ഒരു പഴയ സുഹൃത്താകാം, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ജീവിതാനുഭവമുള്ള ഒരു ബന്ധുവാകാം. നിങ്ങൾ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സാഹചര്യം പുറത്തുനിന്ന് നിഷ്പക്ഷമായി കാണാൻ അവർക്ക് കഴിയും. ചാണക്യൻ തന്റെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ അറിവുള്ളവരുടെ ഉപദേശം തേടിയിരുന്നു എന്നോർക്കുക. 2. തെളിവുകൾ ശേഖരിക്കുക. ദ സ്ട്രാറ്റജി ഓഫ് ഡോക്യുമെന്റേഷൻ. ഒരു തന്ത്രജ്ഞൻ ഒരിക്കലും ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കില്ല. വീടിനുള്ളിലെ ശത്രു നിങ്ങളെ മാനസികമായോ സാമ്പത്തികമായോ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ നിശബ്ദമായി ശേഖരിക്കുക. ഫോൺ റെക്കോർഡിങ്ങുകളോ ഡയറിക്കുറിപ്പുകളോ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളോ ആകട്ടെ, ഇവയെല്ലാം പിൽക്കാലത്തൊരു പോരാട്ടം വേണ്ടി വന്നാൽ നിങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായി മാറും. സത്യം പറയുന്നതിനേക്കാൾ തെളിവ് കാണിക്കുന്നതാണ് ബുദ്ധി എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. 3. ശത്രുവിന്റെ ശത്രുമിത്രം. ചാണക്യന്റെ ഏറ്റവും പ്രശസ്തമായ ഈ തന്ത്രം കുടുംബത്തിലും പ്രായോഗികമാണ്. വീട്ടിലെ ശത്രുവിനെ എതിർക്കുന്ന മറ്റാരെങ്കിലും ആ കുടുംബത്തിലോ സുഹൃദ്വലയത്തിലോ ഉണ്ടോ എന്ന് നോക്കുക. അവരോട് യുദ്ധം പ്രഖ്യാപിക്കാൻ പറയണ്ട. പകരം അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും നിങ്ങൾക്ക് പുറത്ത് ആളുകളുണ്ടെന്നും കാണുന്നത് ശത്രുവിന്റെ ആത്മവീര്യം ചോർത്തിക്കളയും. സുഹൃത്തുക്കളെ, സഹായം തേടുന്നത് ബലഹീനതയല്ല, മറിച്ച് അതൊരു യുദ്ധതന്ത്രമാണ്. നിങ്ങളെ തകർക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ ഒരു വൻമതിൽ പോലെ നിൽക്കാൻ ഈ സഖ്യകക്ഷികൾ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്കായി സംസാരിക്കാൻ ആളുകളുണ്ടെന്ന് വരുമ്പോൾ ശത്രു തന്റെ ക്രൂരത കുറയ്ക്കാൻ നിർബന്ധിതനാകും. മാനിഫെസ്റ്റേഷനും ആത്മീയ പ്രതിരോധവും. സ്പിരിച്വൽ ഡിഫൻസ് ആൻഡ് എനർജി ഷീൽഡിംഗ്. വീടിനുള്ളിലെ ശത്രുവിനെതിരെ നിങ്ങൾ പുറത്തു നടത്തുന്ന പോരാട്ടത്തെക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ ഉള്ളിൽ നടത്തുന്ന പോരാട്ടം. ചാണക്യൻ കേവലം ഒരു തന്ത്രജ്ഞൻ മാത്രമല്ല, അദ്ദേഹം വലിയൊരു പണ്ഡിതനും കൂടിയായിരുന്നു. ആത്മബലമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. നിങ്ങൾ ജീവിക്കുന്ന വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കാൻ ശത്രു ശ്രമിക്കുമ്പോൾ ആ വിഷം നിങ്ങളുടെ ഉള്ളിലേക്ക് ബാധിക്കാതിരിക്കാൻ ഒരു ഊർജ കവചം നിങ്ങൾ നിർമ്മിക്കണം. ഇതിനെയാണ് ആധുനിക മാനിഫെസ്റ്റേഷൻ ശാസ്ത്രത്തിൽ എനർജി ഷീൽഡിംഗ് എന്ന് വിളിക്കുന്നത്. 1. വൈകാരിക കവചം നിർമ്മിക്കുക. വിഷ്വലൈസേഷൻ. ദിവസവും രാവിലെ 5 മിനിറ്റ് ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും തിളങ്ങുന്ന ഒരു വെള്ള വെളിച്ചം അല്ലെങ്കിൽ ഒരു കവചമുണ്ടെന്ന് സങ്കല്പിക്കുക. വീടിനുള്ളിലെ ശത്രു പറയുന്ന മോശം വാക്കുകളോ പരിഹാസങ്ങളോ ഈ കവചത്തിൽ തട്ടി പുറത്തേക്ക് തെറിച്ചു പോകുന്നുവെന്ന് ഉറച്ചു വിശ്വസിക്കുക. ചാണക്യൻ യുദ്ധത്തിനു മുൻപ് തന്റെ സൈനികരുടെ മനസ്സിനെ ബലപ്പെടുത്തിയിരുന്നത് പോലെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തണം. 2. അഫർമേഷനുകളുടെ ശക്തി. പവർ ഓഫ് വേർഡ്. ശത്രു നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവൾ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പറയേണ്ടത്, ഞാൻ പ്രപഞ്ചത്തിന്റെ കരുത്തുള്ള മകളാണ് എന്നാണ്.
നെഗറ്റീവ് വാക്കുകൾക്ക് പകരം പോസിറ്റീവ് വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിറയ്ക്കുക. ചാണക്യനീതി പ്രകാരം ഒരു മനുഷ്യന്റെ നാവിൽ നിന്നാണ് അവന്റെ നാശം തുടങ്ങുന്നത്. അതുപോലെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ വിജയവും തുടങ്ങാം. 3. ഊർജം ചോർത്താൻ അനുവദിക്കാതിരിക്കുക. നെഗറ്റീവ് വ്യക്തികൾ എപ്പോഴും നിങ്ങളെ പ്രകോപിപ്പിക്കുന്നത് നിങ്ങളുടെ ഊർജം ചോർത്താനാണ്. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോഴോ കരയുമ്പോഴോ അവർക്ക് നിങ്ങളുടെ മേൽ വിജയം ലഭിക്കുന്നു. എന്നാൽ നിങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ അവരുടെ നെഗറ്റീവ് എനർജിക്ക് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ആ ശാന്തതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ പവർ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിങ്ങൾ തടവിലാക്കപ്പെട്ടിരിക്കാം. എന്നാൽ നിങ്ങളുടെ മനസ്സ് പ്രപഞ്ചത്തോളം വിശാലമാണ്. മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനപരമായ ജീവിതം നിങ്ങളുടെ ഉള്ളിൽ ആദ്യം സൃഷ്ടിക്കുക. വൈകാതെ തന്നെ ആ മാറ്റം നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളിലും പ്രതിഫലിച്ചു തുടങ്ങും. ചാണക്യന്റെ ബുദ്ധിയും നിങ്ങളുടെ ആത്മബലവും ചേർന്നാൽ ഒരു ശത്രുവിനും നിങ്ങളെ സ്പർശിക്കാനാകില്ല. നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 7 ഘട്ടങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് വീടിനുള്ളിലെ ശത്രുവിനെ നേരിടാൻ വേണ്ട തന്ത്രങ്ങളും മനക്കരുത്തുമാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ടാകാം. ഇതൊക്കെ ചെയ്താൽ എന്റെ ജീവിതം മാറുമോ? ചാണക്യൻ ഇതിന് നൽകുന്ന മറുപടി ലളിതമാണ്. പ്രയത്നിക്കുന്നവന് മാത്രമേ ഭാഗ്യം തുണയ്ക്കൂ. വിജയം എന്നത് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങൾ ഓരോ ദിവസവും എടുക്കുന്ന ധീരമായ തീരുമാനങ്ങളുടെ ഫലമാണ്. 1. ഭയത്തെ ഉപേക്ഷിക്കുക. നിങ്ങളെ തളർത്തുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ഭയമാണ്. നിങ്ങൾ ഭയപ്പെടുന്നത് നിർത്തുന്ന നിമിഷം അവരുടെ അധികാരം അവസാനിക്കും. ചാണക്യൻ തന്റെ ജീവിതത്തിൽ ഒരിക്കലും ശത്രുക്കളെ ഭയപ്പെട്ടിരുന്നില്ല. പകരം അവരെ ഒരു ചതുരംഗ പലകയിലെ കരുക്കളായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ഒരു കളിയായി കാണുക. അവിടെ തോൽക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. 2. നിങ്ങളുടെ മാറ്റം പ്രപഞ്ചത്തിന്റെ മാറ്റമാണ്. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണാൻ തീരുമാനിച്ചതുപോലും ഒരു യാദൃച്ഛികതയല്ല. നിങ്ങളുടെ ജീവിതം മാറാനുള്ള സമയമായി എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുകയാണ്. നിങ്ങളൊരു ഇരയല്ല, വിക്ടിം. നിങ്ങളൊരു പോരാളിയാണ്. വീടിനുള്ളിലെ ആ ശത്രു നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. അവരോടുള്ള പകയല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം വിജയമാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി. 3. അവസാന തീരുമാനം, ദ ഫൈനൽ സ്റ്റാൻഡ്. ഓർക്കുക, ചാണക്യൻ മൗര്യ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് അധർമ്മത്തെ ഇല്ലാതാക്കാനാണ്. നിങ്ങളുടെ കുടുംബജീവിതം അധർമ്മവും പീഡനവും നിറഞ്ഞതാണെങ്കിൽ അവിടെ ആത്മവിശ്വാസത്തോടെ നിലകൊള്ളുക. എല്ലാം സഹിച്ചു നിൽക്കലല്ല ജീവിതം, മറിച്ച് അന്തസ്സോടെ ജീവിക്കലാണ്. നിങ്ങൾ ശക്തയാകുമ്പോൾ അല്ലെങ്കിൽ ശക്തനാകുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ശത്രു മാറും, അല്ലെങ്കിൽ ആ ശത്രുവിന് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാതാകും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ 30 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാകട്ടെ. നിങ്ങളുടെ ഉള്ളിലെ ചാണക്യനെ ഉണർത്തുക. നിശബ്ദത പാലിക്കേണ്ടിടത്ത് മൗനമായും പ്രതികരിക്കേണ്ടിടത്ത് വാളായും മാറുക. ഈ വീഡിയോ നിങ്ങൾക്ക് നൽകിയ കരുത്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഒരുമിച്ച് ഈ പോരാട്ടം ജയിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഓർക്കുക, നിങ്ങൾ ജനിച്ചത് വിജയിക്കാനാണ്. നന്ദി.